തീർച്ചയായും അങ്ങയുടെ 30 ആ ഒരു വർഷം അങ്ങയുടെ ആ ഒരു വികാരം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനും അങ്ങയോട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഒരു കേസ് ഉണ്ടാക്കുന്നു, ആ കേസ് കള്ളക്കേസാണ് എന്ന് തെളിയുന്നു, അത് നഷ്ടപരിഹാരം നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവ് വരെ നിൽക്കുന്നു. അതിനുശേഷം അതിന്റെ ഗൂഢാലോചനയിലേക്ക് കടക്കുമ്പോഴാണല്ലോ ഇത് നമ്പി നാരായണൻ എന്ന് പറയുന്ന, ഞാൻ വീണ്ടും പറയുന്നു, രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവനകൾ നൽകേണ്ട വർഷങ്ങളാണ് അങ്ങേക്ക് നഷ്ടപ്പെട്ടത്. അത് രാജ്യത്തിന്റെ നഷ്ടമാണ്. അതിലേക്ക് നയിച്ച ഒരു ഗൂഢാലോചനക്കാരൻ, അയാളെ എന്ത് ശിക്ഷ കൊടുത്താലും മതിയാകില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ആർക്കെതിരെയും കെട്ടിച്ചമയ്ക്കാവുന്നതാണല്ലോ ഒരു സ്ത്രീയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഇത്തരം കേസുകൾ. അതിൽ ആരാണ് ആ സ്ത്രീയെ ആ രീതിയിൽ സമീപിച്ചത് എന്നതുവരെ ഈ കുറ്റപത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഷുവർ, അത് ആക്ച്വലി പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ദി CBS ക്ലോസ് റിപ്പോർട്ടിലേക്ക് ഉണ്ട്. എക്സാക്ട് ലാംഗ്വേജസ് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഇത് ഒരു എന്ത് പറയാനാ, നമ്മൾ ഇപ്പോൾ ഒരു ക്രിമിനൽ ഒരു കേസ് കെട്ടിച്ചമയ്ക്കുകയാണെന്ന് വെച്ചാൽ അത് ഒരു കാര്യം. ഇത് ക്രൈംസ് നടക്കാതിരിക്കാൻ വേണ്ടി തടയേണ്ട ഒരു പോലീസ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക എങ്ങനെയായിരിക്കും അതിനകത്ത്. അതിലാണ് എല്ലാവരും വീഴ്ന്നു പോയത്. അത് മാത്രമല്ല, ഞാനിത് കൂടെ പറയുന്നത്, മാധ്യമങ്ങൾ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നു എന്ന് ഞാൻ പറയില്ല. മാധ്യമങ്ങൾ മിസ്ലെഡ്. അവര് ഒന്നോ രണ്ടോ ആളുകളെ വിശ്വസിച്ച് പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവർ മാക്സിമം വിശ്വസിച്ചത് 1-2 പേര്. അതുകൊണ്ട് അവർക്ക് അബദ്ധം പറ്റിയതാണ്. പിന്നീട് അവർ റിഗ്രറ്റഡ് ഫോർ ഇറ്റ്. അത് എൻ്റെ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ ഈ കേസ് വന്നിരിക്കുന്നത്, ഇവര് നിങ്ങൾ പറഞ്ഞതുപോലെ പല കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാറുണ്ട്. ഇനി എന്താണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് പുറത്തിരുന്ന് കാണാം. അത് കണ്ടമാനം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നത്, സുജയ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് സംതിങ് വിച്ച് ഹാസ് ക്രിയേറ്റഡ് സോ മച്ച് വൂണ്ടിങ് ഇൻ മൈ മൈൻഡ്. അത് സത്യത്തിൽ എനിക്കത് ഓർക്കാനോ അത് ആലോചിക്കാനോ, ഞാനിപ്പോൾ ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ ആക്ച്വലി ടു ബി വെരി ഫ്രാങ്ക് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാൽ വരികയും പിന്നെ സാർ കണക്ട് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് ഒരു കേസിലിരുന്ന് മാറി ഈ കേസിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി ഓർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എന്താണ് ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ഓർക്കാം, നമുക്ക് അതിനകത്ത് കംപ്ലീറ്റ് ഒരു എൻജോയ് ചെയ്യാം. ഇത് സംതിങ് വിച്ച് ഐ വാണ്ട് ടു ഫർഗെറ്റ് ഇറ്റ്. അറിയാം സാർ, അങ്ങ് ഓർക്കാൻ ആഗ്രഹിക്കാത്ത അധ്യായമാണ് എന്ന് എനിക്കറിയാം, വ്യക്തിപരമായി അറിയാം. പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങേപ്പോലെ ഒരു ശാസ്ത്രജ്ഞൻ അങ്ങയുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ അടക്കം അങ്ങേക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കേസിന്റെ നടത്തിപ്പ് കാലയളവിൽ. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അതേക്കുറിച്ച് അധികം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഈ കേസിന്റെ നടത്തിപ്പിനിടയിൽ ഉണ്ടാകുന്ന മാനസികമായ ആഘാതം അങ്ങേക്ക് മാത്രമായിരുന്നല്ലോ, അങ്ങയുടെ കുടുംബത്തിനും അത് വലിയ രീതിയിൽ ബാധിച്ചില്ലേ? Sure, yes, I went through this mill. അതിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോഴൊക്കെ എന്ത് പറയാനാണ്, ഇതിനെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഇറ്റ് ഇസ് നോട്ട് എ വെരി പ്ലസന്റ് തിങ് ടു റിമെമ്പർ. ഇതൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമേ അല്ല. ഇപ്പോൾ ഇത് 30 വർഷം കഴിഞ്ഞു. ഓക്കെ, ഞാനിത് സത്യത്തിൽ ഈ കേസ് ഇപ്പോൾ വരുമെന്നോ ഇപ്പോൾ അവർ ഫയൽ ചെയ്യുമെന്നോ എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. പക്ഷേ when the news came, അത് കോടതിയിലിരുന്ന് എന്താണ് അതിൻ്റെ കണ്ടന്റിന് ആരും അറിഞ്ഞിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ അപ്രോച്ച് മീ അബൌട്ട് എ വീക്ക് ബാക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് നൗ ഐ തിങ്ക് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ഞാൻ വായിച്ചു നോക്കിയില്ല. കണ്ടന്റ് കൊണ്ട് നാളെ ചിലപ്പം പത്രത്തിൽ ഫുൾ ടെക്സ്റ്റ് കാണുമായിരിക്കും. ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് ഇതുള്ളത്. ശ്രീ നമ്പിനാരായണൻ, അങ്ങയുടെ ജീവിതം സിനിമയായപ്പോഴും ഒക്കെ അതിലൂടെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് മറ്റൊരു ശാസ്ത്രജ്ഞന് സംഭവിച്ചതായി നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണം പോലും എടുക്കാനില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കരിയർ, വ്യക്തിജീവിതം എല്ലാം നശിപ്പിച്ചത് ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ കുബുദ്ധിയിൽ നിന്ന് തുടങ്ങിയ ഈ ഒറ്റ കേസിലാണ്. അത് ഇനിയുള്ള തലമുറയും മനസ്സിലാക്കിയിരിക്കേണ്ട, ഇപ്പോഴത്തെ തലമുറയും മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ പാഠങ്ങൾ അങ്ങയുടെ അനുഭവത്തിലൂടെ, അങ്ങ് നേരിട്ട ആ കനൽ വഴികളിലൂടെയൊക്കെ നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ അതേപോലെ അനുഭവിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അക്കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അത് അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. Yeah, sure. I understand you. I know that you are one among the few who were following the case from the beginning. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനകത്ത് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള കംപ്ലൈൻ്റ് ഒന്നുമില്ല.
ഇപ്പൊ എന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ നൗ ഐ ഹാവ് ടു പ്രിപ്പയർ മൈസെൽഫ്. എന്താണ് കാര്യങ്ങൾ മുന്നേ അറിയാൻ വേണ്ടി അല്ല, ഓർക്കാൻ. സത്യത്തിൽ ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ. ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ ദിസ്. അത് പക്ഷേ യു ആർ നോ ഫോഴ്സ് ടു റിമെമ്പർ ഇറ്റ്. അതാണ് സിറ്റുവേഷൻ. എനിവേ, നിങ്ങൾ ചോദിച്ചതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി. യു ആർ ഡൂയിങ് സംതിങ് ഗുഡ് ഫോർ ദി. പക്ഷേ ആസ് യു സെഡ്, ഇത് എനിക്കുണ്ടായ നഷ്ടം ഒരു സൈഡ് ആണെങ്കിലും സത്യത്തിൽ എൻ്റെ മനസ്സിൽ അത് എങ്ങനെ എടുക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ദ കൺട്രി ഷുഡ് ലൂസ്. ഒരു നല്ല ഒരു ക്രയോജനിക് സിസ്റ്റം വരാനുള്ള സാധ്യത നമ്മൾ നാശമായി പോയി എന്നുള്ള ഒരു സങ്കടം എനിക്ക് ഇല്ലാതില്ല. അത് ഇന്നും അതിന്റെ ശ്രീ തമ്പിനാരായണൻ, എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അന്ന് അതായത് ആ സിനിമ കണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വന്നത് ഇതേ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അന്ന് അങ്ങ് ആഗ്രഹിച്ചിരുന്നത്? പിന്നീട് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ അന്നത്തെ ആ പരീക്ഷണം, അതിനുശേഷമുള്ള കാര്യങ്ങൾ, അതുമായിട്ടൊക്കെ എങ്ങനെയായിരിക്കും അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക? അത് നമ്മുടെ രാജ്യത്തിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടേനെ? അങ്ങ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ 2001 we would have got the cryogenic system. 2000 അല്ലെങ്കിൽ 2001. അതിന്റെ അർത്ഥം നമ്മുടെ ചന്ദ്രായൻ പേലോഡൊക്കെ 10 kg 15 kg ആയിരിക്കില്ല. ചന്ദ്രായന്റെ പേലോഡൊക്കെ വലിയ പേലോഡായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോക്കാൾ കൊലാബറേഷൻസ് വിൽ ബി ഇൻ എ ഡിഫറെന്റ് സ്കെയിൽ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സമയം ഭയങ്കര നഷ്ടപ്പെട്ടു. കമേഴ്ഷ്യലായിട്ടും എല്ലാവർക്കും നഷ്ടപ്പെട്ടു. ഇപ്പൊ അതിന്റെ നഷ്ടക്കണക്ക് ബാലൻസ് ഷീറ്റ് ഇട്ട് നോക്കിയാൽ യു വിൽ ബി ഷോക്ക്ഡ്. പക്ഷെ അതിപ്പോ പറഞ്ഞാൽ അത് ശരിയാവൂല, പറയുന്നത് ശരിയല്ല. പക്ഷെ വി ലോസ്റ്റ് എ വെരി ഗോൾഡൻ മൂമെന്റ് ഇൻ അവർ ലൈഫ്. അത് ഈ കേസ് മാത്രം, വേറെ ഒരു കാരണം കൊണ്ടുമല്ല. ഈ കേസിന്റെ കാരണം കൊണ്ടും അതിന് നമുക്ക് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ടും നമുക്ക് വിജയിക്കുകയായിരുന്നു. പക്ഷെ അത് ഈ കേസ് വന്നപ്പോഴാണ് എനിക്ക് അതിനകത്ത് ഇടപെടാതിരിക്കാനും എന്നെ മാറ്റി നിർത്തിയത്, കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിയില്ലേ. അത് ഒരു വലിയൊരു തിരിച്ചടിയായിരുന്നു. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. പക്ഷെ ആ സമയം എനിക്കുള്ള പ്രയോറിറ്റി ഞാൻ കുറ്റക്കാരനല്ല എന്ന് ആദ്യം തെളിയിക്കണം. അത് തെളിയിച്ചു കഴിഞ്ഞിട്ട് അവിടെ വിടാമായിരുന്നു. പിന്നെ ഞാൻ കുറ്റം ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, അത് ആരാണ് ഇത് കുറ്റം ചെയ്തു എന്നുള്ളത് തെളിയിക്കണമായിരുന്നു. അതിനുവേണ്ടി കണ്ടുപോകാൻ സമയമെടുത്തു. നമ്മുടെ സിസ്റ്റം ഈസ് സോ കോംപ്ലിക്കേറ്റഡ്. ഇതൊരു ചെസ് ബോർഡ് പോലെയാണ്. ഇതിനകത്ത് ആരൊക്കെ എങ്ങനെ എവിടെ നമ്മൾ യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതിനകത്ത് നമ്മൾ കുറ്റക്കാരായിട്ട് കാണുന്നവർ സാധാരണ ആൾക്കാരൊന്നുമല്ല, വലിയ ആൾക്കാരാണ്. അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുകയെന്ന് വെച്ചാൽ അതൊരു വലിയ പാടാണ്. അതിന്റെ ഗ്രാവിറ്റി ലീഗൽ പ്രൊഫഷനിൽ ഇരിക്കുന്നവർക്ക് നല്ലവണ്ണം മനസ്സിലാവും.